ചേച്ചിമേ എന്താ? ഞാനും കൂടി കൂടട്ടെ? എന്തിനാ? ഞാനിവിടെ ഉണ്ടാക്കുന്നതേ നിനക്കൊഴിച്ച് ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണോ. അതുണ്ടാക്കാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട. എന്നോടിപ്പോഴും ദേഷ്യമാണോ ചേച്ചിമ്മയ്ക്ക്? അയ്യോ, എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എനിക്ക് പിന്നെ ഭയങ്കര സ്നേഹമല്ലേ. അങ്ങനെയാണല്ലോ നീ എന്നോട് പെരുമാറിയത്. ഇറങ്ങി പോടെ ഇവിടുന്ന്. അടുക്കള ഭരണം ഞാൻ ആർക്കും കൈമാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എത്ര ശ്രമിച്ചാലും നിന്നോടുള്ള എന്റെ സമീപനം മാറാനും പോകുന്നില്ല. എനിക്കാരോടും ദേഷ്യമില്ല ചേച്ചിമ്മ. എനിക്കെല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ. സിദ്ധുവിന്റെ സ്നേഹം ദേവികയുടെ നേർക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായൊരു ഇഷ്ടക്കേട്, അതാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അതെന്താ ഇപ്പൊ സിദ്ധുവിന് ദേവികയുടെ സ്നേഹം ഇല്ലേ? നീ പ്രകടിപ്പിച്ച ഇഷ്ടക്കേട് എന്നെ എവിടെ എത്തിച്ചെന്നറിയാലോ? ജയിലില്. അത് ഞാൻ മറക്കണമല്ലേ? ഒരിക്കലും മറക്കില്ല. നീ എത്ര നന്നായെന്ന് പറഞ്ഞാലും, നീയും സിദ്ധും എത്ര സ്നേഹത്തോടെ ജീവിച്ചെന്നറിഞ്ഞാലും ഞാൻ ഇനി നിന്നോട് ക്ഷമിക്കില്ല. അത്രയ്ക്കും കണ്ണീര് കുടിപ്പിച്ച പ്രവൃത്തിയാണ് നീ എന്നോട് ചെയ്തത്. ആ റൂബിയില്ലേ നിന്റെ കൂട്ടുകാരി, അവളെന്നെ തല്ലി. അത് ഞാൻ മറക്കണമല്ലേ? നീ തലകുത്തി നിന്ന് ശ്രമിച്ചാലും ഞാൻ മാറില്ലടി. ഈ പ്രേമയ്ക്ക് ഒരു തന്തയുള്ളൂ, ഒരു വാക്കും. ചേച്ചിമ്മ എത്ര വഴക്ക് പറഞ്ഞാലും ഞാനത് സഹിക്കും. കാരണം ഞാനത് അർഹിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. നിന്നെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന എന്താണെന്ന് അറിയാവോ? ജയിലാ. എന്നെങ്കിലും ഒരിക്കലേ ഒരു ദിവസമെങ്കിലും ഞാൻ നിന്നെ ജയിലിലാക്കും. അന്നേ എന്റെ പക അവസാനിക്കൂ. ഒത്തുതീർപ്പും കൂട്ടുമൊക്കെ അതിനുശേഷം മതി. മനസ്സിലായടി? എന്തിനാ ഇനി ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്? ഇറങ്ങിപ്പോ ഇനി പ്രത്യേകിച്ച് പറയണോ?